ജമ്മു കശ്മീരിൽ തുടരുന്ന ഭീകരവാദത്തിൽ കോൺഗ്രസിനെ വിമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി 1947 പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക ആക്രമണത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിന്റെ നിർദ്ദേശം കോൺഗ്രസ് സർക്കാർ അവഗണിച്ചെന്ന് മോദി. പാക് അധീന കശ്മീർ തിരിച്ചുപിടിക്കാതെ സൈനിക നടപടി നിർത്തരുതെന്ന വല്ലഭായ് പട്ടേലിന്റെ നിർദ്ദേശം കോൺഗ്രസ് അവഗണിച്ചു. അന്നത്തെ ആക്രമണമാണ് മറ്റൊരു രൂപത്തിൽ ഇന്ത്യക്ക് ഭീഷണിയായി ഉയരുന്നതെന്നും ഗുജറാത്തിൽ നടന്ന പൊതുപരിപാടിയിൽ മോദി വിമർശിച്ചു. ഇന്ത്യ വിഭജനത്തിനു ശേഷം 1947 നടന്ന ആദ്യത്തെ ഭീകരാക്രമണം കോൺഗ്രസ് സർക്കാർ വേണ്ടവിധത്തിൽ കൈകാര്യം ചെയ്തില്ലെന്ന ഗുജറാത്തിൽ നടന്ന പൊതുപരിപാടിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിച്ചത്. 1947 ഇന്ത്യ മൂന്നായി വിഭജിക്കപ്പെട്ടു. മുജാഹിദിന്റെ പേരിൽ പാകിസ്ഥാൻ ഇന്ത്യയുടെ ഒരു ഭാഗം ബലമായി പിടിച്ചെടുത്തു. പാക് അധീന കശ്മീർ തിരിച്ചുപിടിക്കുന്നതുവരെ സൈനിക നടപടി അവസാനിപ്പിക്കരുതെന്നായിരുന്നു സർദാർ പട്ടേലിന്റെ ആഗ്രഹം. പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കുകൾ ആരും ചെവിക്കൊണ്ടില്ലെന്ന് മോദി പറഞ്ഞു. सरदार पटेल की इच्छा थी कि पीओके वापस नहीं आता है तब तक सेना रुकनी नहीं चाहिए, लेकिन सरदार साहब की बात मानी नहीं गई और ये मुजाहिदीन जो लहू चख गए थे वो सिलसिला 75 साल से चला है. 75 വർഷമായി ഭീകരവാദ പ്രവർത്തനങ്ങൾ പാകിസ്ഥാൻ തുടരുകയാണെന്നും അതുതന്നെയാണ് പെഹൽഗാമിൽ സംഭവിച്ചതെന്നും നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു. അതേസമയം ചരിത്രത്തെക്കുറിച്ച് മോദിക്ക് ധാരണയില്ലെന്നായിരുന്നു വിമർശനങ്ങളോടുള്ള കോൺഗ്രസിന്റെ പ്രതികരണം. അന്ന് പട്ടേലിന്റെയും നെഹ്റുവിന്റെയും കോലം കത്തിക്കുകയും കാർട്ടൂണുകൾ നിർമ്മിക്കുകയുമാണ് മോദിയുടെ മുൻഗാമികൾ ചെയ്തതെന്ന് കോൺഗ്രസ് നേതാവ് പവൻ ഖേര വിമർശിച്ചു. എന്നാൽ പെഹൽഗാമിലുണ്ടായ സുരക്ഷാ വീഴ്ചയിലും അക്രമികളെ പിടികൂടാൻ കഴിയാത്തതിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും മൗനം തുടരുകയാണ്. കൈരളി ന്യൂസ്, ദില്ലി.